ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ജില്ലാ ആശുപത്രികളിലൊന്ന്. ഇവിടെ അസൗകര്യങ്ങൾ ഒരുപാടുണ്ട്. രോഗികളും നാട്ടുകാരുടെയും പ്രതിഷേധമൊക്കെ ഉയർന്നതാണ്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇവിടെ 50 ലക്ഷം രൂപ വകയിരുത്തി മതിൽ പണിയുന്നത്. അത് പണി ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എവിടം വരെ എത്തിയെന്നറിയാം. ഇവിടെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് നമ്മളൊരു ഹോസ്പിറ്റൽ സിറ്റിയിലുള്ള ഒരു ആശുപത്രി എന്ന നിലയ്ക്ക് തന്നെ കൂടുതൽ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആതുരാലയം തന്നെയാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഒരു വർഷം കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ വിവിധ പദ്ധതികളിലൂടെ ഇവിടെ ചെലവഴിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി നിലനിൽക്കുന്നത്. ആയതിൻ്റെ ഒരു പ്രയാസം രോഗികൾ നേരിടുന്നുണ്ട്. കാരണം OP, കാഷ്വാലിറ്റി തുടങ്ങിയതൊക്കെ ഈ സൈഡിലും ലാബ് നമ്മുടെ മറ്റു സൈഡിലൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തിയേറ്ററിനെ നമ്മൾ മുഴുവനായിട്ടും WNCയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി ബ്ലഡ് ബാങ്ക് നമുക്കൊരു 40 ലക്ഷം രൂപ അനുവദിച്ച് കഴിഞ്ഞ ബ്ലഡ് ബാങ്ക് കമ്മിറ്റിയിൽ അനുവദിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ഓട്ടോക്ലേവ് മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് തന്നെ 30 ലക്ഷം രൂപ അനുവദിച്ച് നമ്മൾ ഏകദേശം 70 ലക്ഷം രൂപക്കാണ് നമ്മൾ തിയേറ്റർ മൊത്തം ഒരു 2 മാസത്തിനകം WNCയിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പം നേരിട്ടത് നമ്മൾ സെപ്റ്റിക് ടാങ്കുമായി ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ AXCയെയും ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു AXC ഒക്കെ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് 30 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ്. കഴിഞ്ഞ ദിവസത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി ഭേദഗതി സമയത്ത് 30 ലക്ഷം രൂപ വെച്ചു. ഇനി നമുക്കതിൻ്റെ തുടർ നടപടികളിൽ എസ്റ്റിമേറ്റ് എടുക്കണം, TSലേക്ക് പോകണം, ടെൻഡറിലേക്ക് പോകണം. എന്തായാലും വിത്തിൻ 2 മന്ത്സ് അതിൻ്റെ ഉള്ളിൽ നമ്മളതും ഇവിടെ യാഥാർത്ഥ്യമാക്കും. കാഷ്വാലിറ്റി ബ്ലോക്ക് നമ്മളെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്, 12 ലക്ഷം രൂപ. അതിൻ്റെ AS ഒക്കെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി TS ടെൻഡർ നടപടികളിലേക്ക് കടക്കാനുണ്ട്. നമുക്കത് മാസ്റ്റർ പ്ലാനിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് നമ്മുടെ കാഷ്വാലിറ്റി വരുന്നത്. എന്തായിരുന്നാലും TS ലഭ്യമായി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് 6 മാസത്തിനകം ടെൻഡറിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം NHM വഴി ലഭ്യമായ നമ്മുടെ OP അത് ഈ അടുത്ത് തന്നെ ഒരു 2 മാസത്തിനകം യാഥാർത്ഥ്യമാകും. രോഗികൾ കാത്തുകെട്ടി കിടക്കേണ്ട അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ OP ടിക്കറ്റിന് വേണ്ടി കാത്തു കെട്ടി ഒരുപാട് നേരം നിന്നിട്ടാണ് അവർക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്നത്. മരുന്ന് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാർമസിയിൽ നിന്ന് പറയുക ഇതിൽ ഒരു മരുന്നുണ്ട്, ബാക്കി പുറത്തുനിന്ന് വാങ്ങണമെന്നാണ്. അവിടെ തന്നെ ക്യൂ നിൽക്കലല്ല, ഇടികൂടലാണ്. ഫാർമസിയുടെ പ്രശ്നത്തിന് വേണ്ടി നിരന്തരം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മളത് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. കാരണം 10 മണിക്ക് ഒരു പേഷ്യൻറ്റ് വന്ന് ഡോക്ടറെ കണ്ട് മണിക്കൂർ കണക്കിന് മരുന്നിന് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാർമസിക്കകത്ത് എന്ത് മരുന്നൊക്കെയാണ് ഉള്ളത് അത് കൃത്യമായി ഡിസ്പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ ആ ഡോക്ടർ ഇന്ന മരുന്നേ ഇവിടെ ഇപ്പോൾ ലഭ്യമാവുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റു മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുമെന്ന് കൃത്യമായി രോഗിക്ക് നിർദ്ദേശം നൽകണമെന്ന് നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി സൂപ്രണ്ടിന് നിർദ്ദേശം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ആ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സർക്കാർ അനുവദിച്ച തസ്തിക ഇവിടെ ഫാർമസിയിൽ കുറവാണ്. ഇപ്പോഴും താലൂക്ക് ആശുപത്രിയുടെ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ഇപ്പോഴും നിലവാരമായിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാഫ് സ്ട്രെങ്ത് കൂടിയാലേ നമുക്ക് കൂടുതൽ സേവനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ സാധാരണക്കാർക്ക് നൽകാൻ സാധിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, അതുപോലെ HMC അംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് ജില്ലാ ആശുപത്രിക്ക് വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളാണ് വേണ്ടത്, ആരോഗ്യവകുപ്പിൻ്റെ സഹായങ്ങളാണ് വേണ്ടത്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്, നിള 24 ലൈവ്. ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി. സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ. പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത.